നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുത്തശ്ശ, ഞാൻ ഇറങ്ങട്ടെ. എന്റെ മുത്തശ്ശൻ വിഷമിക്കണ്ട. അടുത്ത ആഴ്ച 2-3 ലീവ് അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങ് വന്ന് എന്റെ മുത്തശ്ശനെയും കൊണ്ട് കറങ്ങി അടിച്ച് നടക്കും. പോരെ? വേണ്ട. എന്റെ മുത്തശ്ശനെ പൊന്നുപോലെ നോക്കാൻ അച്ഛനും അമ്മയില്ല ഇവിടെ. പിന്നെന്താ? നോക്ക്, മുടങ്ങാതെ മരുന്ന് കഴിക്കണം. നല്ല ഉറക്കവും വേണം. കേട്ടല്ലോ? ശ്യാമേ, 2-3 ദിവസം തികച്ച് വീട്ടിൽ നിൽക്കാൻ പോലും നിനക്ക് സമയമില്ല. എടിപിടിയെന്നൊരു വരവും അതുപോലുള്ളൊരു പോക്കും. അതേ, ഒന്നിനും സാവകാശം കിട്ടാത്ത നിന്റെ ഈ രീതി കണ്ടാത്തൊന്നും നീ എന്തോ IAS പഠിക്കുകയാണെന്ന്. കുറച്ചു ദിവസമെങ്കിലും നീ വീട്ടിലുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? കണ്ട് കൊതി തീരും മുമ്പേയുള്ള നിന്റെ ഈ പോക്ക് അമ്മയ്ക്കും പ്രയാസമുണ്ട്. അടുത്ത വരവിന് അതെല്ലാം പരിഹരിക്കാം. ഇന്ന് കോളേജിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിലെനിക്ക് പങ്കെടുത്തേ പറ്റൂ. എന്ത് ഫംഗ്ഷൻ? അത് എന്റെ ക്ലാസ്മേറ്റ് വർഷയ്ക്ക് കോളേജിലൊരു അനുമോദനം. അനുമോദനോ? എന്തിന്? അതവള് മയക്കുമരുന്ന് കച്ചവടം നടത്തിയവരെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചെന്നെ അമ്മേ. ഗുഡ്. മിടുക്കി. പെൺകുട്ടികളായ ഇങ്ങനെ തന്നെ വേണം. പക്ഷേ അവളിന്ന് അനുമോദന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അതെന്താ അങ്ങനെ? അവൾക്ക് വീട്ടിലെന്തോ ചെറിയ പ്രശ്നമുണ്ടാച്ചാ. ഇടാ, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വീട്ടുകാർ പരിഹരിച്ചോളും. മോനെ, ജീവിതത്തിൽ ഇതുപോലൊരു അവസരം എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അത് നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അച്ഛന്റെ അഭിപ്രായം തന്നെയാ ഞങ്ങൾക്ക്. പക്ഷേ അവള് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും അവളെ കോളേജിൽ എത്തിച്ച് അനുമോദന ചടങ്ങിൽ പങ്കെടുപ്പിക്കാനുള്ള റിസ്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അമ്മയ്ക്ക് എന്താ അത്ര പിടിക്കാത്ത പോലെ? മോനെ, ഒരു പെൺകൊച്ചിന്റെ കാര്യമല്ലേ നീ താല്പര്യത്തോടെ ഏറ്റെടുത്തിരിക്കുന്നത്? ഭാവിയിൽ കുടുംബത്തിന് അത് പൊല്ലാപ്പാവൂന്ന അമ്മയുടെ സംശയം. ബെസ്റ്റ്. ഈ അമ്മയുടെ ഒരു കാര്യം. എന്റെ പൊന്ന് സംഗീത, അത്രയ്ക്ക് കടന്നൊന്നും നീ ചിന്തിക്കല്ലേ കേട്ടോ. മോനെ, നീ ഏറ്റെടുത്ത കാര്യം അതുപോലെ തന്നെ നടക്കട്ടെ. നീ ധൈര്യമായിട്ട് ചെല്ലടാ. ശരി അച്ഛാ. എടാ, ഇത് നിനക്കിഷ്ടപ്പെട്ട ഉണ്ണിയപ്പമാണ്. ഇതിലൊരു പങ്ക് നിന്റെ കൂട്ടുകാർക്കും കൊടുത്തേക്ക്. ഇത് കൊട്ടാരക്കര ഗണപതിയുടെ ആണോ അമ്മേ? അല്ലടാ, ഇത് ഞാൻ തന്നെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്. സത്യം. നന്നായി അടക്കി. ഓക്കെ അമ്മേ. മുത്തശ്ശ. അച്ഛാ ബൈ. അമ്മേ ബൈ. വർഷ, എടാ വർഷ ആകെ മൂടോഫാണെന്ന് തോന്നുന്നു. Hello sir. Hi. Welcome. I am Sharanya. Thank you. Hi sir. I am Shubha. Hi. Hi sir. Hi. I am Sunil. Where is sir? Okay. യൂത്ത് ഐക്കൺ വിന്നർ. ദേ, ഈ ഫോട്ടോ നോക്ക്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ മുഖം ഒന്ന് നോക്കിയേ. ഒന്നാം തരം പൊങ്ങച്ചക്കാരൻ ലുക്കില്ലേ? ഈ ഇന്റർനാഷണൽ നോക്കി ആരെങ്കിലും പേരിടൂ?
അതിലേ അറിയാം ആളൊരു പൊങ്ങച്ചക്കാരനാണെന്ന്. അയാളെ കുറിച്ച് ഒന്നും അറിയാതെ ഇങ്ങനെ വിധി എഴുതരുത് വർഷ. ഒന്നുമില്ലെങ്കിലും നിന്നെ അനുമോദിക്കാൻ കൂടുന്ന യോഗത്തിലെ മുഖ്യ അതിഥിയല്ലേ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ കോളേജിൽ മുഖ്യ അതിഥിയായിട്ട് വിളിക്കോ? കാണുമ്പോ തന്നെ അറിയാം ആള് പണത്തിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങുന്ന ആളാണെന്ന്. ഈ സെറ്റപ്പ് ഒക്കെ കണ്ട കോടീശ്വരൻ തന്നെ. പക്ഷേ സ്വന്തമായി അധ്വാനിച്ച് നേടിയ പണമൊന്നും ആയിരിക്കില്ല. കാരണവന്മാരുണ്ടാക്കി വെച്ച പണം കൊണ്ട് ആൾ അഴകിയ രാവണൻ ചമഞ്ഞു നടക്കുന്ന പുങ്കനാണെന്ന് ദേ ഈ ഫോട്ടോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദേ നോക്കിയേ. എനിക്ക് തോന്നുന്നത് ഇയാൾ കോളേജുകാർക്ക് ഇങ്ങോട്ട് പണം എണ്ണിക്കൊടുത്ത് മുഖ്യ അതിഥി സ്ഥാനം ചോദിച്ചു വാങ്ങിയതാണെന്നാ. യൂത്ത് ഐക്കൺ അവാർഡ് ജേതാവ്. ഇതും പേയ്മെന്റ് അവാർഡായിരിക്കും. കുടുംബസ്വത്ത് വിറ്റ പണം കൊണ്ടല്ല, സ്വന്തമായി അധ്വാനിച്ച് നേടിയ പണം കൊണ്ടാണ് ഞാൻ കമ്പനി തുടങ്ങിയത്. നല്ല ഒന്നാം തരം കഠിനാധ്വാനവും ആത്മവിശ്വാസവും പിന്നെ പ്രോഡക്റ്റിന്റെ ഗുണമേന്മയും കൊണ്ടാ കമ്പനി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നത്. സർ, ഞാൻ പിന്നെ ഈ ഫംഗ്ഷനിലെ മുഖ്യ അതിഥി സ്ഥാനം അത് പണം കൊടുത്തു വാങ്ങിയതല്ല, അവര് നേരിട്ട് വന്ന് നിർബന്ധിച്ചതുകൊണ്ട് വന്നതാ. മനസ്സിലായോ? ഒരു സാധനവും നമ്മൾ മനഃപൂർവ്വം വൃത്തികേടാക്കരുത്. എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നത്. ക്ഷമിക്കണം സാർ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് സാറിനെ കുറിച്ചല്ല. സോറി സാർ. വാ. ഏയ്, ആ കുട്ടിയുടെ പേര് വർഷ. വാടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.